ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നപ്പോൾ ഞങ്ങൾ ചാലിശ്ശേരിയിലെ സരസ് മേള 2026 കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സരസ് മേള സ്റ്റാർട്ട് ചെയ്തത് ജാനുവരി 2 ജാനുവരി 11 ആകുമ്പോൾ തീരും. ഞങ്ങളാണെങ്കിൽ ഈ സരസ് മേള ജാനുവരി 11 സൺഡേ പോയി കാണണമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഇച്ചായൻ ഞങ്ങളെ തിരിച്ചു കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി സാറ്റർഡേ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സൺഡേ ഞങ്ങൾ പോയി കാണാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. സരസ്മേള ആണെങ്കിൽ പോയി കണ്ടവരെല്ലാവരും പറഞ്ഞു ഭയങ്കര തിരക്കാണെന്ന്. പിന്നെ നിങ്ങൾ സൺഡേയും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ലീവുള്ളൊരു ദിവസമാണല്ലോ, അപ്പം തിരക്ക് കൂടുമെന്നും പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ സൺഡേയുടെ പ്ലാൻ മാറ്റിവെച്ചു. പിന്നെ ഞങ്ങൾ ഈ മേള കാണാൻ വേണ്ടി ജാനുവരി 8 വന്നത്. പപ്പായ്ക്ക് അന്നാണെങ്കിൽ ഹാഫ് ഡേ വർക്കേ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങളിത് കാണാൻ വേണ്ടി വന്നത്. ഈ സരസ് മേളയിലാണെങ്കിൽ 2 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സ്റ്റോളിൻ്റെ സെക്ഷനും ഒന്ന് ഫുഡിൻ്റെ സെക്ഷനും. ആദ്യം തന്നെ ഞങ്ങൾ സ്റ്റോളിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ഞങ്ങൾ പോയ ദിവസം വലിയ തിരക്കൊന്നുമില്ല. തിരക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, തിരക്കുണ്ട്. പക്ഷേ എല്ലാവരും പറഞ്ഞ ആ ഒരു എക്സ്പെക്റ്റഡ് തിരക്കൊന്നും ഞങ്ങൾ കണ്ടില്ല. സ്റ്റോളിലേക്ക് കയറുമ്പോൾ ഭയങ്കര ക്യൂവും തിക്കും തിരക്കുവാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഈസി ആയിട്ട് അകത്തേക്ക് കയറാൻ പറ്റി. പിന്നെ ഈച്ച് ആൻഡ് എവറി സ്റ്റോളിലാണെങ്കിൽ നല്ലോണം കാണാനും പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിൻ്റെ സ്റ്റോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഈ മേള നടത്തുന്നതാണെങ്കിൽ വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയാണ്. സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റോൾസിലും ആണെങ്കിൽ കുടുംബശ്രീ ആൾക്കാരുണ്ട്. ഞങ്ങളൊരു 3:30 ആയപ്പോഴാണ് ഇവിടെ റീച്ച് ആയത്. ഞങ്ങൾക്ക് എന്തായാലും പാർക്കിങ്ങിന് ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. പാർക്കിംഗ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറേ പേരാണെങ്കിൽ മേള കാണാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവരൊക്കെ പറഞ്ഞത് വണ്ടിയാണെങ്കിൽ കിലോമീറ്റർ ദൂരെ നിർത്തിയിട്ട് അവിടുന്ന് നടന്നു വന്നിട്ടുണ്ട് ഈ മേള കാണാൻ. അത്രയ്ക്കും തിരക്കാണ്. എന്തായാലും ഞങ്ങൾ പോയ ദിവസം അത്രയും തിരക്ക് എനിക്ക് ഫീൽ ചെയ്തില്ല. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോളിലും ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഹോം മെയ്ഡാണ്. ഒന്നും ഫാക്ടറി ഔട്ട്ലെറ്റ് അല്ലായിരുന്നു. ബിക്കോസ് ഇതെല്ലാം കുടുംബശ്രീ ആൾക്കാർ ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരുന്നു. ഇവിടെയാണെങ്കിൽ വെറൈറ്റി ടൈപ്സ് ഓഫ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഫുഡ്, യുറ്റൻസിൽസ്, ക്ലോത്ത്. കുറേ ഫുഡ് സ്റ്റോളിൽ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഹോം മെയ്ഡാണ്. അത് സാമ്പിളിനാണെങ്കിൽ ടേസ്റ്റ് ചെയ്യാനും തരുന്നുണ്ടായിരുന്നു. ചില സ്റ്റോൾസിലാണെങ്കിൽ ആൻറ്റിക് ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ആൻറ്റി ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടാണ്. ഇങ്ങനെയും വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു ഷോപ്പിലാണെങ്കിൽ ബാംബൂൻ്റെ ഐറ്റംസ് വെച്ച് എന്തൊക്കെയോ വെറൈറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ബാസ്ക്കറ്റ് ആണെങ്കിൽ വെറൈറ്റി മോഡലിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. കുറേ സ്റ്റോൾസിലൊക്കെ ആണെങ്കിൽ വെറൈറ്റി ടൈപ്സ് ഓഫ് ബെഡ്ഷീറ്റ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. അങ്ങനെ മമ്മിക്ക് ബെഡ്ഷീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബെഡ്ഷീറ്റ് മേടിച്ചു. അതൊക്കെയാണെങ്കിൽ എല്ലാ സ്റ്റോളിൽ എന്തുണ്ടെന്നൊന്ന് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടികളെ വെച്ചുകൊണ്ട് ഒന്നും നോക്കാൻ പറ്റുന്നില്ലായിരുന്നു. എബിക്കുട്ടനാണെങ്കിൽ പിന്നെ മെയിനായിട്ട് ടോയ് സ്റ്റോൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അവൻ നടക്കുകയായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് അതിൻ്റെ അകത്ത് ടോയ് സ്റ്റോളൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഇവിടെ ഒരു മേള നടക്കുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റിലെ വെറൈറ്റി പ്രോഡക്ട്സ് നമുക്കിവിടെ കാണാം. ഓരോ സ്റ്റേറ്റിൻ്റെ കോസ്റ്റ്യൂംസും ജ്വല്ലറി ഐറ്റംസും കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. സ്റ്റോൾസ് മാത്രമല്ല, ഇവിടെ വേറെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എൻട്രൻസിൽ നിന്ന് ഈ സ്റ്റോളിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ചെറിയൊരു സ്റ്റേജൊക്കെ കെട്ടിയിട്ട് അവിടെ ക്ലാസിക് ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഓരോ സ്റ്റോളിലും അവരവരുടെ സ്റ്റേറ്റിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇന്ന സ്റ്റേറ്റിൻ്റെ പ്രൊഡക്റ്റാണ് ഇതെന്ന്. ഇവിടെ ആണെങ്കിൽ ഒരേ ഐറ്റമിൻ്റെ തന്നെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഒറിജിനൽ പ്ലാന്റ്സിൻ്റെയും അതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഷോപ്സ് ഉണ്ടായിരുന്നു. കുറേ വെറൈറ്റി ടൈപ്പ് ഓഫ് അച്ചാറും ലേഹ്യം ഒക്കെ ഉണ്ടായിരുന്നു. കുറേ വെറൈറ്റി ടൈപ്പ് ഓഫ് ബാഗും അതുപോലെ ഫുട്വെയർസും ഒക്കെ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഫുട്വെയർ. ആ ചെരുപ്പാണ് ഇച്ചായൻ്റെ പപ്പ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ കുറച്ച് നേരം അതൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു. ഈ ഷോപ്പിലാണെങ്കിൽ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നെല്ലിക്ക ഉപ്പിലിട്ടത് മേടിച്ചു.
അങ്ങനെ ഞങ്ങൾ സ്റ്റോളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റോളിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ക്ലാസിക് ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് ക്ലാസിക് ഡാൻസ് ഒക്കെ കണ്ടു. ഈ കുട്ടൻ എന്താണെന്നറിയില്ല, ക്ലാസിക് ഡാൻസ് തീരുന്ന വരെ അത് നോക്കി കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പിന്നെ ഡയറക്റ്റ് പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. അവിടെയും ആണെങ്കിൽ എല്ലാ സ്റ്റേറ്റിൻ്റെ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റോളിൻ്റെ മുകളിലാണെങ്കിൽ ഓരോ സ്റ്റേറ്റിൻ്റെ ബോർഡിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് സ്റ്റോളിൻ്റെ അകത്തേക്ക് കയറിയപ്പം അവിടെയും ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ട് അവിടെയും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെയും മമ്മീനെ ആണെങ്കിൽ ഒരു സൈഡിൽ ഇരുത്തിയിട്ട് ഞാനും പപ്പായും ആണെങ്കിൽ എന്തൊക്കെ ഫുഡ് ഉണ്ടെന്ന് ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ ജ്യൂസും ബിരിയാണിയും മന്തിയും അതുപോലെ നൂഡിൽസ് ഒക്കെ ആയിരുന്നു ഞങ്ങൾ കണ്ടത്. എല്ലാവരുടെയും ടേബിളിലാണെങ്കിൽ ഒരു ഗ്രീൻ കളർ ഡിഷ് കണ്ടു. അത് ഏത് സ്റ്റേറ്റിലത്തെയാണ് നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് അറിഞ്ഞത് പാലക്കാട് അട്ടപ്പാടിയിലെയാണ്. അവിടെ ചെന്നപ്പോൾ ഗംഭീര ക്യൂ ആയിരുന്നു. ഈ ഡിഷിന്റെ പേരാണ് വനസുന്ദരി. കേൾക്കാൻ തന്നെ ഒരു വെറൈറ്റി ഉണ്ടല്ലേ. ഒരു കൗണ്ടറിലും ഇത്രയും തിരക്കില്ല. ഈ വനസുന്ദരി ഡിഷ് കഴിക്കാൻ വേണ്ടി ഒരു ലോങ് ക്യൂ തന്നെയാണ്. അങ്ങനെ ഈ ഡിഷ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളും ഈ ക്യൂവിലേക്ക് കയറി നിന്നു. ഞങ്ങൾ ഈ ഡിഷ് കഴിക്കാൻ വേണ്ടി ക്യൂ നിന്നു. എല്ലാവരുടെയും കയ്യിലാണെങ്കിൽ ഞാനൊരു കൂപ്പൺ ശ്രദ്ധിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് കൗണ്ടർ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണെങ്കിൽ നമ്മൾ ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കൂപ്പൺ തരും. ഈ കൂപ്പൺ കൊണ്ടാണ് നമ്മൾ കൗണ്ടറിലേക്ക് വരേണ്ടത്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ക്യാഷ് അടച്ചിട്ട് ഞങ്ങൾക്ക് കൂപ്പൺ കിട്ടി. അങ്ങനെ കൗണ്ടറിൽ വന്നിട്ട് ഞങ്ങളുടെ വനസുന്ദരി ഡിഷ് ഞങ്ങളുടെ കൈ കിട്ടി. അടിപൊളിയായിരുന്നു. എന്തായാലും ഇത്രയും ക്യൂ നിന്നതിൽ ആ ഡിഷ് അടിപൊളിയായിരുന്നു. ഇപ്പോൾ സമയമാണെങ്കിൽ 5:30 ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ കൂടി. ഇതാണ് മെയിൻ ബിഗ് സ്റ്റേജ്. ഇവിടെയും പരിപാടികളൊക്കെ നടക്കാറുണ്ട്. ജാനുവരി 4 റിമി ടോമി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന ദിവസം വലിയ സ്റ്റേജ് പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ ലോകമാണ്. അവിടെയാണെങ്കിൽ എല്ലാ റൈഡ്സും ഉണ്ട്. റൈഡ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇച്ചൂട്ടനും എബിക്കുട്ടനും ഭയങ്കര ത്രിൽഡ് അടിച്ച് നിൽക്കുകയാണ്. ആദ്യം തന്നെ ഒരു ട്രെയിനിൻ്റെ റൈഡിലേക്കാണ് കയറിയത്. കുട്ടികളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തതുകൊണ്ടും പപ്പായും മമ്മിയും കൂടി കൂട്ടത്തിൽ കയറി. റൈഡ്സ് ഒക്കെ എനിക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. പിന്നെ എപ്പോഴും ഒന്നും അല്ലല്ലോ, വല്ലപ്പോഴും ഒക്കെ ഈ മേളയ്ക്ക് വരുമ്പോഴാണല്ലോ ഇങ്ങനത്തെ റൈഡ്സിൽ കയറുന്നത്. എന്തായാലും അവരുടെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായിരുന്നു. കുട്ടികളെ പിന്നെ ഏതെങ്കിലും ഒരു റൈഡിലേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇറക്കാൻ ഭയങ്കര പാടായിരുന്നു. ആണെങ്കിൽ മരണക്കിണറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പിന്നെ അവരുടെ റൈഡിലേക്ക് കയറുന്നതിൻ്റെ ഇൻട്രസ്റ്റും കൊണ്ട് അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. ഇച്ചായൻ്റെ കൂടെ നെക്സ്റ്റ് സൺഡേ ഞങ്ങൾ പിന്നെയും സരസ്മേള കാണാൻ വേണ്ടി വരുന്നുണ്ട്. സോ ആ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. സോ എല്ലാവരും സ്റ്റേ ട്യൂൺ. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ ടിൽ ദെൻ ബൈ.